KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം പറയട്ടെ, എന്താണ് ഇതിൽ സംഭവിച്ചത്, കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. കാത്തിരുന്ന് കാണാമെന്നാണ് രാവിലെ KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞത്. ഒരുപക്ഷെ ഇതിനിടയിൽ നടന്ന സംഭാഷണങ്ങൾ, ചർച്ചകൾ, ഔപചാരികവും അനൗപചാരികവുമായി നടന്ന മീറ്റിങ്ങുകളൊക്കെ ആകാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിലേക്ക് വഴിവെച്ചത് നമുക്കറിയാം. രാഹുൽ അത് സമ്മതിക്കില്ലെങ്കിലും അത്തരം ഒരു രാജി ആവശ്യപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെ ആകാനാണ് സാധ്യത. അത് KPCC അധ്യക്ഷൻ തന്നെ വിശദീകരിക്കട്ടെ. യെസ്, രാജി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജി പ്രഖ്യാപിക്കേണ്ടി വന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ KPCC രാജി ആവശ്യപ്പെട്ടിരുന്നോ? ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി എൻ്റെ അത് സംബന്ധിച്ച പ്രതികരണം അവസാനം. അല്ല, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നുവന്നിരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്.